ചന്നപട്ടണയിലൊരു ഫേമസ് ആയിട്ടുള്ള കാഴ്ച കേട്ടോ, ഇവിടുത്തെ ഒരു ടോയ് മാനുഫാക്ചറിങ് ഫാക്ടറിയാണ്. ഇതാണ് അപ്പോൾ കയറിപ്പോണ വഴി മേലേക്ക്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കയറി കാണാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഉള്ളത് ഒരു വുഡൻ ടോയ്സ് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്താണ്. അപ്പോൾ ചന്നപട്ടണയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ വുഡൻ ടോയ്സിൻ്റെ ഒരു മാനുഫാക്ചറിങ്ങും പിന്നെ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളും. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ മുന്നോട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനം കണ്ടോ കേട്ടോ. അത് തേങ്ങയുടെ ആ ഒരു സംഭവം കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണം. പക്ഷേ കാണാനെന്തായാലും അടിപൊളിയാണ്. അതേപോലെ തന്നെയാണ് ടൈലും വാഴക്കൊലയൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ, ഇതുപോലെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഒരുപാട് തൊപ്പികളൊക്കെ ഉണ്ട് കേട്ടോ, ഇതേപോലത്തെ നല്ല ട്രഡീഷണൽ സാധനങ്ങൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. കാരണം ഒരുപാട് ചെറിയ ചെറിയ വുഡ് കൊണ്ടുള്ള ടോയ്സും പിന്നെ ഇഷ്ടം പോലെ ഈ പറയണ കുഞ്ഞു കുഞ്ഞു സ്റ്റാച്ചു, പിന്നെ ഞാൻ കാണാത്ത കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി കാഴ്ചയാണ്. ഇനി മേലേക്കുണ്ട്, ഒരു നിലയും കൂടിയുണ്ട് മേലേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും മേലെ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഇതിൻ്റെ സൈസ് കണ്ടോ, എന്നെക്കാട്ടും പൊക്കം കേട്ടോ. പിന്നെ നല്ല പെർഫെക്ഷൻ. ആ കൊമ്പൊക്കെ കാണാൻ തന്നെ ഒരു ഒറിജിനാലിറ്റിയാണ്. ചെറിയൊരു ആനയുടെ ഷൂ പീസാണ്. ഒന്നും കൊള്ളാം കേട്ടോ. ഇതെന്താണെന്ന് അറിയില്ലല്ലോ. ഓ, ഇത് അമ്പും വില്ലും. ഇത് അടിപൊളിയാണല്ലോ കാണാൻ. ചെറിയ സൈസ് തൊട്ടുണ്ട് കേട്ടോ. ഈ ചെറിയ സൈസ് തൊട്ട് വലിയ വലിയ സൈസ് വരെ ഉണ്ട് ആനകൾ. ചെറിയ ചെറിയ കസേരകളൊക്കെ കാണാം കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ള കാര്യം കണ്ട ഒരു അടിപൊളി തൊട്ടൽ. ഇതെല്ലാം മരം കൊണ്ടുണ്ടാക്കിയതാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാനൊന്ന് പൊക്കി നോക്കിയായിരുന്നു, പക്ഷെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ചന്നപട്ടണ ടോയ് ഫാക്ടറിയിൽ നിന്നുള്ള കാഴ്ചകൾ. ഇതാണ് അപ്പോൾ അവരുടെ വിസിറ്റിംഗ് കാർഡ്. ഇതാണപ്പോൾ ആ ഫാക്ടറിയുടെ പുറത്തുള്ള വഴി. അപ്പോൾ പാർക്കിംഗ് ഒക്കെ നമുക്ക് കാണാം. പിന്നെ ഇതാണ് ആ ബിൽഡിങ്. 3 നിലയുണ്ട് കേട്ടോ. അപ്പോൾ ചന്നപട്ടണയിലെ ടോയ് സ്റ്റോറിയിൽ നിന്നും നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കാം. ഞാനിപ്പോൾ ചന്നപട്ടണ ടോയ് ഫാക്ടറിയിൽ നിന്നും മാളൂർ ലേക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് വന്നേക്കാണ്. അതിവിടെ നിന്നൊരു 5 കിലോമീറ്ററിൻ്റെ വഴിയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ സ്ഥലം. ആ മുമ്പിൽ കാണുന്നതാണ് ലേക്ക്, പക്ഷെ കുറച്ച് അങ്ങോട്ട് നടക്കണം. ഇതാണ് എൻ പോയിൻ്റായിട്ട് കാണിച്ച ഗൂഗിൾ മാപ്സിൽ. ഇതാണ് കേട്ടോ വരുന്ന വഴി. ആരും ഇല്ലാത്തൊരു സ്ഥലം കേട്ടോ. എന്ന് വെച്ചാൽ റോഡൊക്കെ അടുത്ത് തന്നെയാണ്, പക്ഷെ കുറച്ചൊന്നും ഉള്ളിൽ കയറുമ്പോൾ ഉള്ള സ്ഥലമാണ് ഈ കാണുന്നത്. അടുത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാട്ടോ. ഞാൻ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഇവിടെ കൂടെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല കാറ്റും പിന്നെ ഇവിടെ നിറച്ച് പൂക്കളാണ്. മഞ്ഞ കളർ പൂക്കൾ കാണാം, ഒരുപാടുണ്ട് കേട്ടോ. ഇതേപോലെയൊക്കെയാണ് എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ അധികം ആൾക്കാരൊന്നും കാണാത്തതും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെ. കുറച്ച് സമയമായിട്ടാണ് ഞാൻ നടക്കണേ ഈ വഴികളിലൂടെ. ഞാനിപ്പോൾ ഉള്ളത് ചന്നപട്ടണയിലെ ഭരത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് സ്ഥലം. അത്യാവശ്യം ഫേമസ് സ്ഥലമാണ്. ഇവിടെ നമുക്ക് വുഡിൻ്റെ കുറേ ടോയ്സും പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കാണാം. ഇവിടെ കുറച്ച് വിസിറ്റേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം മിണ്ടാത്തത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് മേലേക്കൊരു വഴിയുണ്ട്. അവർ ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ പറഞ്ഞു മേലേയും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മേലേയും കൂടിയും വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് എന്നൊക്കെ. പക്ഷെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു പെർമിഷനൊക്കെ അവർ തന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെയാട്ടോ അവർ ഉണ്ടാക്കണ സ്ഥലം. അപ്പോൾ നമുക്ക് കാണാം അവരിരുന്ന് പെയിൻ്റൊക്കെ ചെയ്യുന്നുണ്ട്.
ഇങ്ങനെ കുറേ ഡിസൈൻസിൽ കാണാം കേട്ടോ. ഇവിടെ പല പല ഡിസൈൻസിൽ അവർ ഇവിടെ നിന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതേപോലെ കുറേ ഉണ്ട് കേട്ടോ. അവർ ഇതൊക്കെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ സെറ്റാക്കും. നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും പെയിൻ്റ് അടിക്കാൻ അവർ വിടും കേട്ടോ. നമുക്കും വന്ന് ട്രൈ ഒക്കെ ചെയ്യാം പെയിൻ്റ് അടിക്കാനായിട്ട്. ಸೈಯದ್ ಮುಬಾರಕ್ ಎಷ್ಟು ವರ್ಷ ಆಯ್ತಣ್ಣ ಸ್ಟಾರ್ಟ್ ಮಾಡಿ? 35 ವರ್ಷ. ಓಕೆ ಓಕೆ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടമായിട്ടാണ്. ഇവിടെ ഒരുപാട് പേരുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട് നിറച്ച്. കുറച്ച് പേര് ജോലിയും ചെയ്യാണ്ട്, കുറച്ച് ആൾക്കാരെ ഇടയ്ക്കൊക്കെ വിസിറ്റും ചെയ്യാൻ വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള അട്രാക്ഷൻ തന്നെ ഈ ടോയ്സാണ്. എന്ന് വെച്ചാൽ വുഡൻ ടോയ്സിൻ്റെ നിർമ്മാണവും പിന്നെ അതുണ്ടാക്കുന്ന പ്രോസസ്സും അതെങ്ങനെയൊക്കെയാണെന്നുള്ള കാഴ്ചകളാണ് ഇവിടുത്തെ കാണാനുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ഞാൻ കണ്ടൊരു കാഴ്ച കേട്ടോ, നിറച്ച് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കാണ് ഈ കാണുന്നത് മൊത്തം. ഭാരത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിപ്പോൾ കാൻവ റിസർവോയർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നേക്കണേ. കാൻവ റിസർവോയറിൽ ഒരു അടിപൊളി കാഴ്ച ആട്ടെ കാണണേ. ഞാൻ സൺസെറ്റിൻ്റെ ടൈമിലാണ് വന്നേക്കണേ. ഒരു 6 മണി ആവാറായി. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഒരു അടിപൊളിയാണ്. കണ്ട ഇവിടെ ഒരു റിസോർട്ടിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വേറെ അടുത്തായിട്ട് വേറെ ഒന്നുമില്ല. നല്ല പീസായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാം റിസർവോയർ. അപ്പോൾ ഡാമാണ് ആ കാണുന്നത്. അപ്പോൾ അവിടെ ഷട്ടറൊക്കെ കാണാൻ പറ്റും ദൂരെ ഡാമിൻ്റെ. ഇവിടെ മൊത്തം കോക്കനട്ടിൻ്റെ ട്രീസാണ്. പിന്നെ സൺസെറ്റ് ആവണ സമയമായി, അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാനായിട്ട്. റിസോർട്ടിൻ്റെ കുഞ്ഞ പണികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. പണിക്കാരനൊക്കെ നമുക്ക് കാണാം. ഞാനിവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആ സൈഡിലേക്ക് പോകാൻ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞവർ. ഇവിടെ നിന്ന് നടക്കുമ്പോൾ തന്നെ ഈ കാഴ്ച കാണാൻ എന്തൊരു രസമാണെന്നറിയോ. അത് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. എന്തായാലും സൺസെറ്റ് ആവണ സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു കളറാട്ടോ ഇവിടെ മൊത്തം. ആ ഒരു ലൈറ്റ് അടിക്കുന്ന കളറില്ലേ ഇവിടേക്ക്, അത് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ രണ്ടുപേരും ഇരിക്കണ കാണാം. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡ് അങ്ങനെ പോയി നോക്കാം നല്ല സ്ഥലം ഉണ്ടോയെന്ന്. ഈ സ്ഥലത്തിൻ്റെ ആംബിയൻസ് തന്നെ അടിപൊളിയാണ്. പച്ചപ്പാട്ടോ ഇവിടെയൊക്കെ. പിന്നെ അഗുമ്പേ പോയൊരു ഫീൽ തന്നെയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു പച്ചപ്പ് കിട്ടിയത്. പിന്നെ സൺസെറ്റ് ആവണ കാഴ്ചകൾ കാണാം. ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ഥലം തന്നെയാണ്. എനിക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ആട്ടോ ഇഷ്ടം ട്രാവൽ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇതേപോലത്തെ സ്ഥലത്തൊക്കെ വരാൻ നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. ഞാൻ കുറച്ചുകൂടി നടന്ന് താഴത്തേക്ക് വന്നപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റിയിട്ടോ വെള്ളത്തിൻ്റെ. എന്തായാലും അടിപൊളിയാണ്. കുറേ മീനൊക്കെ പൊന്തണുണ്ട്. അപ്പോൾ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് നേരം നിന്ന് ചായയൊക്കെ കുടിച്ച് പോകാമെന്നുള്ള പ്ലാനാണ്. നല്ല കാറ്റാട്ടാ, ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മാഗി ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് കഴിച്ചിട്ട് ഇവിടുന്ന് പോകാനുള്ള പരിപാടി നോക്കാം.
ഇനി ഇവിടെ ഇരുന്ന് കഴിക്കാമെന്നാണ് പ്ലാൻ. നല്ല വ്യൂ ആണ് ഇവിടുന്ന്, അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ട് പോകണം. ഇരുട്ടായി തുടങ്ങി. മാഗിയൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ച് പോകണം, കാരണം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ ഇതാണ് സ്ഥലം, പറയുന്ന സ്ഥലം ഇതാണ്. ആരുമില്ല കേട്ടോ, അത്യാവശ്യം ഭയങ്കര സൈലൻ്റ് അവിടെ. കുറേ കിളികളിലൊക്കെ സൗണ്ട് കേൾക്കാം. അപ്പോൾ എൻ്റെ കർണാടക A to Z സീരീസിൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ D ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ.